ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയയിൽ ജൂണിൽ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് ഓഫീസിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഇടാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് ഒക്കെ കഴിഞ്ഞ് ജൂണും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു 2-3 ദിവസത്തേനൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലുള്ള എയർലി ബീച്ചിലേക്ക് ഒരു ട്രിപ്പ് പോയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിറ്റ്സൺഡേ എന്ന് പറയുന്ന എയർലി ബീച്ചിലുള്ള ഒരു ചെറിയ എയർപോർട്ടിലാണ്. ഇതൊരു നോർമൽ എയർപോർട്ടല്ല കേട്ടോ, ഇതൊരു പ്രൈവറ്റ് എയർപോർട്ടാണ്. ഇത് ടൂറിസ്റ്റ് പരിപാടികൾക്ക് വേണ്ടി മാത്രമുള്ള എയർപോർട്ടാണ്. അപ്പോൾ എയർലി ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ്. അതിന് ചുറ്റും 74 ദ്വീപുകളുണ്ട്. അതിൽ 7-8 എണ്ണം മാത്രമേ താമസമൊക്കെ ഉള്ളൂ, ആൾക്കാരൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നതാണ്. പക്ഷേ ഭയങ്കര സംഭവമാണ് കേട്ടോ, കാണേണ്ടത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ സീനിക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കോറൽ കാണാനും ഈ ദ്വീപ സമൂഹങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കടലിന് മുകളിൽ കൂടി പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ 1 മണിക്കൂർ നമ്മളിവിടുന്ന് ചെറിയ ഫ്ലൈറ്റിൽ 8 പേരൊക്കെ കയറുന്ന ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് നമ്മളെ കടലിന് മുകളിൽ കൂടി കൊണ്ടുപോയിട്ട് ഈ പവിഴപ്പുറ്റുകളും പിന്നെ ഈ ദ്വീപുകളും ഒക്കെ കാണിച്ചു തരും. നമുക്ക് ബോട്ടിൽ പോയി നേരിട്ട് കാണാം, പക്ഷേ കടലിന് മുകളിൽ കൂടെ പോയാൽ കുറച്ചുകൂടി ഭംഗിയായിട്ടെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 8 പേര് റെഡിയായി. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് അതിൽ വെറുതെ നടക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ലൈഫ് ബെൽറ്റൊക്കെ തന്നു. പൈലറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. ഞങ്ങളെല്ലാവരെയും പേരൊക്കെ വിളിച്ചിട്ട് ഈ ചെറിയ ഫ്ലൈറ്റിൽ കയറ്റാൻ പോവുകയാണ്. അപ്പോൾ പേര് വിളിക്കുന്ന ആൾ കുറേ നേരമായിട്ട് അവിടെ ഒന്ന് ബപ്പപ്പ അടിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ പേര് വായിക്കാനാണ് പുള്ളി പാടുപെടുന്നതെന്ന്. അതുകൊണ്ട് ഞാനങ്ങ് നേരെ ചെന്നു. അപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇനി 1 മണിക്കൂർ പറക്കാൻ പോവുകയാണ്. മോള് ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. പൈലറ്റിൻ്റെ കൂടെ ഒറ്റയ്ക്കുള്ള ഒരു പാസഞ്ചർ ഇരുന്നു. പിന്നെ ബാക്കി പുറകിലോട്ടൊക്കെ 2-3 പെൺപിള്ളേരും അവരുടെ നടുക്ക് എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പൈലറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെഡ്സെറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വർത്തമാനം പറയുന്നതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കത്തില്ല കേട്ടോ, ആംഗ്യഭാഷയൊക്കെ കാണിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളി അവിടുന്ന് കയറിയപ്പോൾ തന്നെ ഈ ചെറിയ എയർപോർട്ടിനെ പറ്റിയൊക്കെ പറയാൻ അതിൻ്റെ ഓണർ ഇവിടെയുള്ള ഒരു കരിമ്പിൻ കൃഷിക്കാരനാണ്. പിന്നെ പുള്ളിയുടെ വീട് ഈ എയർപോർട്ടിനോട് ചേർന്നാന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യത്തെ എക്സ്പ്ലനേഷൻ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ പറന്ന് പൊങ്ങിത്തുടങ്ങി. പിന്നെ കുന്നും മലയും ഒക്കെ ഇങ്ങനെ പതുക്കെ കാണാൻ തുടങ്ങി. എയർപോർട്ടിൽ നിന്ന് കുറച്ച് പൊങ്ങിയിട്ടേ ഉള്ളൂ അപ്പം പൈലറ്റിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ കൂടെയും കാഴ്ചകൾ കാണാം, പിന്നെ സൈഡിൽ കൂടെയും കാണാം. ഞാനിരിക്കുന്നിടത്ത് വിമാനത്തിൻ്റെ ചിറകുണ്ടായിരുന്നത് കൊണ്ട് ആ വീഡിയോയ്ക്കകത്തെല്ലാം ഇങ്ങനെ കമ്പ് പോലെ കാണാൻ കേട്ടോ, അതതിൻ്റെ ചിറകിൻ്റെയാണ്. പക്ഷേ എന്നാലും 2 സൈഡിൽ നിന്നും എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഉയരത്തിലെത്തിയപ്പോൾ പതുക്കെ കടൽ തീരമൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ എയർലി ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒത്തിരി പോപ്പുലേഷനൊന്നും ഉള്ള സ്ഥലമോ വലിയ സിറ്റിയൊന്നും അല്ല. അവിടുത്തെ ഈ ബീച്ചുകളുടെ ഭംഗി, പിന്നെ ആ ബീച്ചിൽ നിന്ന് ഇതാകത്ത് കണ്ടോ, നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ച് പറന്ന് പൊങ്ങിയപ്പോൾ എയർലി ബീച്ച് തന്നെ നമുക്ക് കാണാം. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ 74 ദ്വീപുകൾ, ആ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ, ഭയങ്കര ഭംഗിയുള്ള ബീച്ചുകൾ, അതൊക്കെ കാണാനായിട്ടാണ് ഈ ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നത്. ബോട്ടിൽ പോയിട്ട് കടലിൽ പിന്നെ ആമകളെയും വെയിൽസിനെയും ഒക്കെ കാണാനായിട്ട് വേറെ ബോട്ട് ട്രിപ്പും ഉണ്ട്. അപ്പോൾ ഓരോരോ ദ്വീപസമൂഹങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു തുടങ്ങി. കുറച്ച് ക്ലൗഡി ആയിരുന്നുകൊണ്ട് ആദ്യം കയറിയപ്പോൾ അത്ര ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ വന്നു, പിന്നെയും ക്ലൗഡിയായി, ഇടയ്ക്കൊന്ന് മഴ പെയ്തു. എന്നാലും ഭയങ്കര മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ എയർലി ബീച്ചിൽ നിന്ന് വിറ്റ്സൺഡേ പിന്നെ അതുകൂടാതെ കുറേ ഹാമിൽട്ടൺ ഐലൻഡ്, അങ്ങനെ കുറേ ദ്വീപുകളുണ്ട്, 74 എണ്ണം ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് ഇങ്ങനെയുള്ള ഈ പോക്കും ഈ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ ബീച്ചുകളുടെ ഭംഗിയൊക്കെ ശരിക്കും ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ച ഇതിന് മുന്നേ കണ്ടിട്ടേ ഇല്ല. അപ്പം നമ്മൾ വിറ്റ്സൺഡേ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് വന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പൈലറ്റ് ഇങ്ങനെ കുറേ എക്സ്പ്ലനേഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 74 ദ്വീപുണ്ടെങ്കിലും കുറച്ചെണ്ണത്തിലേ ആൾക്കാർ താമസിക്കുന്നുള്ളൂ. അപ്പം അവിടേക്ക് ബോട്ടിലും പോകാം. അപ്പോൾ ബോട്ടിൽ പോകുന്ന ബോട്ടുകളും പിന്നെ ഷിപ്പുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ താഴെ കൂടെ പോകുന്നതൊക്കെ കണ്ടത്.
ഭയങ്കര എന്താന്നാ പറയുന്നത്, നമുക്ക് വിമാനത്തിലിരിക്കുമ്പോൾ എല്ലാ സമയമൊന്നും ക്ലിയറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേനും പടം വരച്ചതുപോലെയൊക്കെയാണ്. ഇതുകൊണ്ട് ഓരോ ചെറിയ നദികളൊക്കെ കടലിൽ ചെന്ന് ഒഴുകി ചെന്ന് ചേരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ചെറിയ ചെറിയ നദികൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് കടലിൽ ചേരുവാണ്. ഇവിടെ ഇങ്ങനെ പുഴയിലൊന്നും മണലൊന്നും വരുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, ആ കാണുന്നതൊക്കെ മണലാണ് കേട്ടോ. ഈ മണലിങ്ങനെ കിടക്കുന്നതുകൊണ്ടുള്ളൊരു ദോഷം എന്നാന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലും ഒരു മഴ പെയ്തോ ഇച്ചിരി വെള്ളം കടലിൽ നിന്ന് കയറിയാൽ ചുറ്റുപാട് മുഴുവനും വെള്ളപ്പൊക്കമാകും. അതിവിടെ ടൗൺസിലാണേലും അങ്ങനെ തന്നെയാണ്. മണൽ വാരലില്ലാത്തത് കൊണ്ട് അങ്ങനെയും ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ ദ്വീപസമൂഹങ്ങളായിട്ട് നമ്മളിങ്ങനെ കാണുവാണ്. ഇതിപ്പം തീരത്തുനിന്ന് നമ്മൾ കുറച്ച് ദൂരം പോയിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഇനി കുറച്ച് ദൂരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നീലക്കടലും പിന്നെ ഓസ്ട്രേലിയയിലെ പവിഴപ്പുറ്റുകളെന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് കേട്ടോ. ലോകാത്ഭുതങ്ങളിൽ നാച്ചുറൽ വണ്ടേഴ്സിനകത്ത് വരുന്നതാണ്. അപ്പം പവിഴപ്പുറ്റ് കണ്ട വീഡിയോ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. ഗ്രേറ്റ് ബാരിയർ റീഫും അതൊക്കെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിലാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. അതായത് കണ്ടോ, ചിത്രം വരച്ചതുപോലെയാണ് നമ്മൾ കടലും കായലും വെള്ളവും. കായലല്ല കേട്ടോ, ബാക്ക് വാട്ടർ ഉണ്ട് കുറച്ചിവിടെയൊക്കെ. ഇതുണ്ടോ, ശരിക്കും പടം വരച്ചത് പെയിൻറ്റിങ് പോലെ തോന്നുന്നില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് പെയിൻറ്റിങ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നൊന്നും ആർക്കും കേൾക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവരും ഈ ചെവി ഹെഡ്സെറ്റൊക്കെ വെച്ച് പൈലറ്റ് പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടോ എന്ത് രസമെന്ന് നോക്കിക്കേ. ഓരോരോ ദ്വീപുകളിലേക്ക് പോകുന്ന ബോട്ടുകളാണ് കേട്ടോ കാണുന്നത്. എർലി ബീച്ചിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഇവിടുന്ന് ഇങ്ങനെ എർലി ബീച്ചിൽ വന്ന് നമ്മൾ താമസിക്കും. എന്നിട്ട് ബോട്ടിൽ പോയിട്ട് ഈ ദ്വീപുകളിലെല്ലാം പോകും. താമസ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളും ഉണ്ട്, അല്ലാതെ വെറുതെ വേക്കൻ്റായിട്ട് കിടക്കുന്നതും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതൊക്കെ ആ വിമാനത്തിലിരുന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും കുറേ നാൾ മുന്നേ ഇവിടെ വരാത്തതിൽ ഞാൻ ഒത്തിരി റിഗ്രറ്റ് ചെയ്തു പോയത്. ഇത് കണ്ടോ, പടം വരച്ചൊന്നും അല്ല കേട്ടോ, ഇത് ശരിക്കും കടലാണ്. കടൽ, ബീച്ച് ഒക്കെയാണ് ഈ കാണുന്നത്. എന്ത് രസമാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. 1 മണിക്കൂർ നമ്മൾ ഒരു നിമിഷം പോലെ അങ്ങ് കടന്നുപോയി. നല്ല രസമായിട്ട് എല്ലാ ദ്വീപുകളുടെ 74 ദ്വീപുകളുടെ മുകളിലും അതിൻ്റെ ചുറ്റുമുള്ള ബീച്ചിലും പിന്നെ കോറൽ പവിഴപ്പുറ്റുകളും എല്ലാം ഞങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ടോ, ബീച്ച് കണ്ടോ. നമ്മൾ ബീച്ചിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വല്ലതും വിചാരിക്കുന്നുണ്ടോ ഇല്ലേ, ഇത് ആ മണലും ആ വെള്ളവും കൂടെ ചേരുന്ന ഭാഗം മുകളിൽ നിന്ന് നോക്കുമ്പോൾ നീലയായിട്ട് കാണുന്ന എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഓരോരോ ദ്വീപുകൾ കണ്ടോ. ഈ ദ്വീപൊക്കെ പുള്ളി എല്ലാത്തിൻ്റെയും പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. വിറ്റ്സൺഡേയിലും പിന്നെ ഹാമിൽട്ടൺ, അങ്ങനെ 2-3 ദ്വീപുകളിലൊക്കെ ആൾത്താമസമൊക്കെ ഉണ്ട്. ചിലയിടത്തൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട് നമുക്ക് പോയി താമസിക്കാനൊക്കെ ആയിട്ട്. അല്ലാത്തടമൊക്കെ ഒന്നുമില്ല. പക്ഷെ നമ്മളെ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോകും. അപ്പോൾ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് പവിഴപ്പുറ്റ് കാണാം, പിന്നെ ആമകളെയും വെയിൽസിനെയും മീനുകളെയൊക്കെ കണ്ട് ഇങ്ങനെ മുതലയൊക്കെ കാണാം, അങ്ങനെ കാണാം. അപ്പോൾ പവിഴപ്പുറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇതിനേക്കാളും സർപ്രൈസിങ് ആയിട്ടുള്ള കാഴ്ചകളാണത്. അപ്പം അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് 1 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നിട്ട് ഇപ്പോൾ തിരിച്ച് എർലി ബീച്ചിലേക്ക് വരുവാണ്. ഭയങ്കര വിഷമം തോന്നി കേട്ടോ. പക്ഷെ 1 മണിക്കൂർ പെട്ടെന്ന് അങ്ങ് കടന്നു പോയല്ലോ എന്ന്. തിരിച്ച് നമ്മൾ എർലി ബീച്ചിലേക്ക് തന്നെ വരുവാണ്. ബോട്ടുകളും ഒക്കെ കിടക്കുന്നതാണ് ഈ ചെറിയ കരട് പോലെ ഈ കാണുന്നത്. കണ്ടോ, തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇച്ചിരി മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഇത്ര ക്ലിയറായിട്ട് ഈ ബോട്ടുകൾ കിടക്കുന്ന സ്ഥലമൊന്നും നമ്മൾ കണ്ടില്ല. കാരണം നമ്മൾ എതിർ ദിശയിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പം ശരിക്കും ഈ കടലിൻ്റെ തീരത്ത് ഈ ബോട്ടൊക്കെ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടും. അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഭാഗങ്ങളല്ല, ഈ കാണുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇവിടെ ആൾത്താമസമുള്ളൂ കേട്ടോ. പോപ്പുലേഷനൊക്കെ വളരെ കുറവുള്ള സ്ഥലമാണ്. പക്ഷേ ടൂറിസം കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം അവിടെ താമസിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇനിയും അവിടുത്തെ കോറലിൻ്റെയും അവിടുത്തെ വേറെ പല പല കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ഇതെല്ലാം ബോട്ടുകളാണ് കിടക്കുന്നത്, നല്ല ഭംഗിയില്ലേ. അപ്പം ഞങ്ങൾ ശരിക്കും 2 ദിവസം എൻജോയ് ചെയ്തു. ആ സന്തോഷം, ഞങ്ങളെ കണ്ട കാഴ്ചകളൊന്നും അതേപടി നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിതേ തിരിച്ച് എയർപോർട്ടിൽ വീണ്ടും വന്നു. ചുമ്മാ ഞാൻ പറഞ്ഞല്ല, ആ യാത്ര കഴിഞ്ഞങ്ങ് ഇറങ്ങിയപ്പം ഭയങ്കര നിരാശയായിപ്പോയി. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയോ, ഇവർ 1 മണിക്കൂർ കൊണ്ട് എന്താണ് ഇതിങ്ങനെ തീർത്തത്, എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ.
8 പേരേ കൊള്ളുള്ളൂ അതിനകത്ത്. അപ്പം ഞങ്ങൾ 8 പേരും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിറങ്ങി. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ കടലിന് മുകളിൽ കൂടിയുള്ള പറക്കലും കടലിൻ്റെ കാഴ്ചകളും എനിക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടാണ്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ കേട്ടോ. അതാ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം വീണ്ടും കാണാം. ബൈ.